നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കട്ടെ. ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ പകൽ എങ്ങനെയാണ് എന്നുള്ളത് രാത്രിയിലെ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടുണ്ട്. ആ പകൽ തോട്ടത്തിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ഒരു 9:30 മണിയായി. അപ്പോൾ രാത്രി ആൾക്കാർ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സീറ്റൊക്കെ സെറ്റാക്കിയാണ്. അപ്പോൾ അത് ആൾക്കാർ മടക്കി വെക്കുന്ന ഇനി രാത്രിക്കാകുമ്പത്തിന് ഇടും. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മളെ റിയാസ് സാഹിബിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായല്ലോ, അതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. നല്ലൊരു വൈബ് കേട്ടോ. എന്ത് രസമറിയോ വീഡിയോ ഒക്കെ എടുക്കാൻ, നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ നോർമൽ ക്യാമറയിൽ എടുത്താലും ഭയങ്കര ഇതാണ്, കാരണം നല്ലൊരു ആംബിയർ സ്ഥലം കേട്ടോ. ഓ, സൂര്യകാന്തിയെല്ലാം വീഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അന്ന് നമുക്ക് പോയി എടുത്താലല്ലോ. സൂര്യകാന്തിയോ, മാഷാ അല്ലാഹ്, പൊളിയാണല്ലോ മോനെ. ഇവിടെ സൂര്യകാന്തിയോ, ഓ നമ്മളെ നാട്ടിലത്തെ സാധനം. സൂര്യകാന്തി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണേ, വല്ലാത്ത സംഭവം കേട്ടോ, രക്ഷയില്ല. ഞാനിപ്പോഴാണ് കണ്ടേട്ടോ അത്. നമ്മളെ നാട്ടിലത്തെ അതന്നെ, ആ സൈസ് ഇല്ല എന്നുള്ളൂ. ഓ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. തോട്ടത്തിൻ്റെ ഉള്ളിൽ വീഞ്ഞിക്കണം. അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വീഞ്ഞതിൻ്റെ ഉണ്ടോ, വിത്തുകളൊക്കെ ഉണ്ട് ഒരുപാട് ഉണങ്ങിക്കിടക്കുന്നത്. ഇനി നമുക്ക് ആ ഈത്തപ്പഴത്തിൻ്റെ തോട്ടത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറണം. ഇതിനുള്ളിൽ കുറേ ഈത്തപ്പഴങ്ങളുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് കണ്ടളയാ പോയിട്ട്. ഇത് ഈത്തപ്പഴത്തിൻ്റെ ഒരു ഗോഡൗൺ കേട്ടോ, വലിയ ഗോഡൗൺ ഉണ്ടോ. അത് ഈത്തപ്പഴം ഇങ്ങനെ ഫുള്ള് കാർട്ടൂണാക്കിയിട്ട് ഇങ്ങനെ കയറ്റിപ്പോകുന്ന സ്ഥലമാണ്. ഇതിനുള്ളിൽ വലിയ ഗോഡൗണായി. വേലിയുണ്ട്, നല്ല പൊളി വേലിയാണ്. നമ്മളെ എന്താ പറയുക, ഇതൊരു പുല്ലുണ്ടല്ലോ, നമ്മളെ താടിയൊക്കെ ഉണ്ടാക്കുന്ന, നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ മീശയൊക്കെ ഉണ്ടാക്കുന്ന സൈസ് ഒരു പുല്ലുണ്ട്, അതിൻ്റെ വടിയാണ്. അത് ഉണക്കിയിട്ട് വേലിയാക്കിയാണ്. അങ്ങനെ ഉണ്ട് സാധനം, പൊളിയാണ്. ഇത് രസാല കിട്ടില്ല മരട്ടെ, അത് കിട്ടുക്കാച്ചി മരമാണ്, കിട്ടുക്കാച്ചി മരം. നല്ലൊരു മൊഞ്ച്, കച്ചറയും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കുന്ന കേട്ടോ. ഇതൊക്കെ വൃത്തിയാക്കുന്ന, അല്ലാണ്ട് തന്നാലെ ഇങ്ങനെ ആകുന്നതല്ല, നല്ല വൃത്തിയാക്കി സെറ്റാക്കുന്നതാണ്. കഴിഞ്ഞ മോനെ അടിച്ചുവാരി കഴിഞ്ഞോ? കലാസ്, ഐ ആം കമ്മിങ് ദർ. കഴിഞ്ഞോ അടിച്ചുവാരി ക്ലീൻ ആക്കലെല്ലാം കഴിഞ്ഞോ? എന്ത് സാധനം? അത്തിപ്പഴത് പൊളിയാണല്ലോ പാക്കിംഗ് എല്ലാം. അഞ്ചീർ ഇതെന്നാ ബോക്സിലൊക്കെ? ബോക്സിൽ നമ്മൾ ഇതില്ല, ഈത്തപ്പഴം മരത്തിൽ തന്നെ പഴുത്തിട്ട് പറിക്കുന്നതാണ്. ഫ്രഷ്. അത് മദീനത്തെയാ? പിന്നെ വേറെ ഈത്തപ്പഴങ്ങളോ? ഇതൊക്കെ എന്താ ഈ ബോക്സിലൊക്കെ? ബോക്സെല്ലാം സുക്കരി മജ്ദൂൾ പാക്കറ്റായിട്ടല്ല, 3.5 കിലോ ഉള്ള സാധനം. ഇതൊരു ബോക്സ് 3.5 കിലോ ഉണ്ട്. അടിപൊളി സാധനം. ശരി, 3.5 ഉണ്ടാവും ഒരു ബോക്സോ? മദീനത്തെ ഏറ്റവും വലിയ ഹവാലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അജുവാൻ. ഇത് അജുവാൻ അല്ലേ? റസൂലിന്റെ ഷിഫയ്ക്ക് വേണ്ടിയിട്ടെല്ലാം കൊടുക്കുന്ന. ശരി, എല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്ന സാധനം. ഹവാലി ഫേമസ് ആണ് മദീനയിലെ. നമ്മൾ ആർമിന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ തോട്ടത്തിലുള്ളത്. ശരി, ഏറ്റവും അടുത്തുള്ള അറബിന്റെ ഏറ്റവും അടുത്തുള്ള തോട്ടത്തിലുള്ള ഈത്തപ്പഴം അല്ലേ? ഈത്തപ്പഴമാണ്. നമ്മൾ ഷിഫാൻ വേണ്ടിയിട്ടെല്ലാം കൊടുക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ഇതെന്നോ? ഇത് അമ്പർ പോലെ തന്നെ നല്ല വലിയ ടൈപ്പ് ആണ്. പിന്നെ ഉള്ള ഇപ്പറുള്ളതാണ് മബ്റൂം. അടിപൊളി നല്ല ഈത്തപ്പഴം. കുറച്ച് ഹാർഡാണെങ്കിലും ഭയങ്കര ടേസ്റ്റ്. പിന്നെ അജുവാൻ തന്നെ ഒരു ക്വാളിറ്റി ആണ്. ഇത് കുറച്ച് പൈസ ഉള്ള സാധനമാണ്. അടിപൊളി, നല്ല അജുവാൻ. പിന്നെ ഇതിന് പറയും മജ്ദൂൾ. നല്ല ടേസ്റ്റാണ്, 2 കളറായിട്ട് വരുന്ന സൂപ്പർ ടേസ്റ്റാണ്. ഇതൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ. അടിപൊളി സാധനം. ഇത് നമ്മളെ സാധാ ടൈപ്പാണ്, നല്ല ടേസ്റ്റാണ്. സാധാ ടൈപ്പ് നമ്മളെ മുന്തിരിക്കുരു പോലെ ഉണ്ടാവും. അടിപൊളിയാണ്. ഇത് നോർമൽ അല്ലേ? ഇത് ആർക്കും കഴിക്കാം, സുഖമായി. ഇത് തിന്നാൻ സുഖമാകുന്ന നല്ല ടേസ്റ്റാണ്. ഇത് തിന്നാൻ നല്ല സുഖം ഉണ്ടാകും. നല്ല സുഖം.
അതേപോലെ ഇതിന് പറയാ സഫാവി. സഫാവി സഫാവിന്റെ ചെറുതാണ്. ഇത് നമ്മളെ നാട്ടില് മറ്റേ എന്താ ഞങ്ങള് ഞാവൽപ്പഴം ഉണ്ടല്ലോ, ഞാവൽപ്പഴം പോലെ ഉണ്ടല്ലേ, ഞാർക്കരി ഒന്ന് വാടി അങ്ങ് ഉണ്ടാവും, ആ ഒരു ഫീല് കാണുമ്പോ കേട്ടോ. നല്ല ടേസ്റ്റാ. ഈത്തപ്പഴന്ന് കാണുമ്പോ ഇപ്പൊ തിരിയില്ല കേട്ടോ, അങ്ങനെ പോലെ ഉള്ളത്. ഇത് സാധനം ചക്കക്കുരു പോലത്തെ സീഡ്ലെസ് ആണ്. നീലുള്ള കുരു ഉണ്ടാവില്ല, കുരു ഇല്ലാത്ത ഈത്തപ്പഴം. സീഡ്ലെസ് സീഡ്ലെസ് ആണ് കേട്ടോ മക്കളെ, സീഡ്ലെസ്, കുരുവില്ല, ചെറിയ ഈത്തപ്പഴട്ടാ, കാണുമ്പോൾ ചെറുതാണ്. നമ്മളിത് ഇതേപോലെയാണ് പാക്കിങ്ങിലാണ് വരാൻ. 20 കിലോ, 23 കിലോ, 24 കിലോ അങ്ങനെയുള്ള. ശരി. ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നല്ലേ ബോക്സിൽ? തോട്ടത്തുനിന്ന് കൊണ്ടുവരുന്നു, വേറെ തോട്ടത്തുനിന്ന്. നമ്മളിവിടെ മുമ്പൊക്കെ വന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന സാധനമായി സഫാവിന്റെ വലുത്. നമ്മളെ ഞാവൽപ്പഴത്തിന്റെ വലുതല്ലേ. ഇത് മസ്ദൂൾ ചെറുത് രണ്ടിതായിട്ടുള്ള. നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല ഭംഗിയാണ്. ഇതെന്നാ വലുത്? വലുത് സുഖായി വലിയ സുഖായി അല്ലേ? ഇത് തന്നാ വലിയ സുഖാവും. നല്ല സുഖം, അടിപൊളി. ഇത് അമ്പറിന്റെ ഒരു ചെറിയ സ്മോൾ അമ്പർ. ഇതാട്ടെ ഈത്തപ്പഴത്തിൽ ഏറ്റവും നീളം കൂടിയ ഇതാണ് അമ്പർ എന്ന സാധനം. അതിൽ ഇത് ചെറുതാണ്, ചെറിയ. ഇതെന്താ? ഇത് റബ്യ എന്ന് പറയും. സാധാ അല്ലേ? സാധാ നമ്മളെ നാട്ടിലെല്ലാം കിട്ടുന്ന സാധനമാണ്. ശരി. ഇതൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടുന്ന നോർമൽ ഈത്തപ്പഴം കേട്ടോ. ഇത് ഹൽവ എന്ന് പറയും. ഹൽവ കോഴിക്കോടൻ ഹൽവ. ഇത് മദീന ഹൽവ, മദീന ഈത്തപ്പഴ ഹൽവ അല്ലേ? ഇതൊരു സാധാ ടൈപ്പാണ്. ഇതൊരു സാധാ പോലെ. പിന്നെ അതിലുള്ള അജുവ ചെറുതായിരിക്കും. ഇത് അജുവ ചെറിയ കുരു അജുവയാണ്. പിന്നെ ഇതെല്ലാം പാക്കറ്റ് ആക്കിയ സാധനങ്ങൾ ഇതൊക്കെ. ഇതൊക്കെ പാക്കറ്റിങ്ങനെ. നിങ്ങൾ ഡെലിവറി ഒന്നുമില്ലാണ്? ഡെലിവറി ഉണ്ടോ? ഡെലിവറി ഉണ്ട്. ഓർഡർ വന്നു കഴിഞ്ഞാൽ ഡെലിവറി ഉണ്ടോ? ഇവിടെ മദീനത്തെ സൗദിയിൽ അടിയും കൊണ്ടാകും. ഇവിടുന്ന് കയറ്റി പോകാം. ഫ്രിഡ്ജിൽ എന്തെങ്കിലും സാധനം കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ ഫ്രഷ് സാധനങ്ങൾ ഇങ്ങനെ നോക്കുന്ന? ഫ്രഷ് ഇങ്ങനെ ബോട്ടിലാക്കി. ഈത്തപ്പഴമൊക്കെ ഫ്രഷ് ആട്ടോ അത്. ശരി. അത്തിപ്പഴം എല്ലാം ഫ്രഷ് അല്ലേ? നല്ല തണുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നല്ലേ? ഇതിലും കുറേ ഫ്രഷ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ഫ്രഷ് അല്ലേ? നമ്മള് ശരിക്കും പച്ച അല്ലേ? ഫ്രീസറിൽ വെക്കുന്നുണ്ട്. സാധനം നമ്മളിത് എന്താ പറയാ, പച്ച. ഏത് സമയത്ത് ഇതേപോലെ കിട്ടും അല്ലേ? ഇതിങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് പുറത്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കണം. ഇത് തണുപ്പ് പോയാൽ നമുക്ക് മറ്റേ നോർമൽ മരത്തിന് പറിച്ച പോലെ തന്നെ ഉണ്ടാവും. പൊളിയാണ്. പാക്കറ്റ് ആയിരുന്നു. ജയ്ത്തൂണ്, പിന്നെ ഈത്തപ്പഴത്തിന്റെ സിറപ്പ്. അത് ഈത്തപ്പഴത്തിന്റെ പൊടിയാണ്. പിന്നെ ഈത്തപ്പഴത്തിന്റെ സിറപ്പ് അല്ലേ? നല്ല ഇവിടുന്ന് കുബൂസിനെ കൂട്ടി തന്ന പൊളിയായിരിക്കും. പിന്നെ ഇതുള്ള അജുവന്റെ പൗഡർ ആയിരുന്നു. ഇത് അജുവന്റെ പൗഡർ. ഇത് പറഞ്ഞേക്ക അവര് പിന്നെ എന്തെല്ലോ സൂക്കടിനൊക്കെ അതെല്ലാം ഉപയോഗിക്കുന്നത്. ഇതിനല്ലോ അജുവന്റെ പൊടിയല്ലേ? പൗഡർ. അജുവ പൊടിച്ചത് നാട്ടിലെല്ലാം കൊണ്ടുവന്ന എല്ലാവരും. ദുഃഖാൻ വന്ന സാധനമാണ്. അത് നമ്മളെ ചപ്പാത്തിയിലെല്ലാം നോമ്പിനെല്ലാം ഒരുപാട് കഴിക്കുന്നത് അറബികൾ. ഇത് വന്നത് ഗ്രൈൻഡറിന്റെ അജുവ ആൽമണ്ട് സീഡ്സ് ഇല്ലേ? നമ്മള് കാണാത്ത ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ അത്തർ, സ്പെഷ്യൽ അത്തറല്ലേ? അത്തറുകൾ എല്ലാം ഉണ്ട്. അപ്പൊ ഒരു തോട്ടത്തിലേക്ക് വന്നാൽ എല്ലാം ഉണ്ട്. ഇതെല്ലാം പാക്കറ്റ്സ് ആണ്. ഓരോ കിലോന്റെ പാക്കറ്റുകൾ അല്ലേ? അപ്പൊ നമുക്ക് പിന്നെ നാട്ടിൽ പോകുന്ന ആൾക്കാർക്കെല്ലാം സുഖം. അവിടെ വന്നു കഴിഞ്ഞാല് ഉമ്രക്കെല്ലാം വരുമ്പോ വന്നു കഴിഞ്ഞാല് എല്ലാം ഉണ്ടല്ലേ? ഒരു കുടക്കേട്ടിലെല്ലാം എന്ന് പറഞ്ഞാല്. പിന്നെ ഇതെല്ലാം നമ്മളെ വീട്ടില് തൂക്കിയിടുന്ന ഹോൾസ് തൂക്കിയിടുന്നില്ലേ? ഈ സ്റ്റിക്കറുകളല്ലേ? ഇതിങ്ങനെ തൂക്കിയിടുന്നതല്ലേ സാധനം? വീട്ടിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ സാധനങ്ങൾ അല്ലേ? പുതിയ വീടൊക്കെ ഉണ്ടാക്കിയാൽ നല്ല സുഖം. മുമ്പിലൊക്കെ ഇങ്ങനെ കൊളുത്താനൊക്കെ പൊളിയായിരിക്കും. അതെ, നിസ്കാര റൂമിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഈത്തപ്പഴയാലും ചോക്ലേറ്റുകളല്ല, വെറൈറ്റി
പാക്കിങ് തന്നെ ഒരു വെറൈറ്റി ആണ് അല്ലേ? പിന്നെ ബെൽജിയത്തിന്റെ നല്ലൊരു പാക്കിങ്. തുർക്കി ഉണ്ട്. ഇതൊക്കെ ബ്രാൻഡ് സാധനങ്ങളാ? ഇവിടുന്ന് തുർക്കിയോ? തുർക്കി വരുന്നുണ്ട്, ബെൽജിയം വരുന്നുണ്ട്. തുർക്കി, ബെൽജിയം. ബെൽജിയം ടീം. പിന്നെ ഇതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. ഓ പിസ്താല ഫുൾ പാക്കിംഗ് ആണല്ലേ? ബദാമുണ്ട്. പൈസ കൊണ്ട് മാത്രം വന്നാ എല്ലാ സാധനവും സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് പോലെ എല്ലാം ഉണ്ട്. അതുപോലെ ഇത് നമ്മൾ സൺഫ്ലവർ സൂര്യകാന്തിൻ്റെ അത് നാട്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ പ്രവാസികൾ നാട്ടിൽ പോയണ്ടല്ലോ വെറുതെ ഇരിക്കുന്നത്. ആ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ സാധനം അത് ഇങ്ങനെ കുറച്ച് കുത്തിരിക്കുക. അതന്നെ. അതെല്ലാം മറ്റേ ഗ്രേപ്സ്. പിന്നെ സാധാ നമ്മളെ മുന്തിരികൾ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മദർസ പോകുന്ന സമയത്ത് പിന്നെ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണുമ്പോൾ പെറുക്കി തിന്നതാണ് സാധനം അതിനത്. പ്രത്യേകം ചെറിയൊരു മധുരമാണ്, അതൊരു പുളിയായിട്ട്. പിന്നെ മക്കത്തെ പുളി എന്നാ പണ്ട് പറഞ്ഞേക്കാം. അതാണ് സാധനങ്ങൾ. പേസ്റ്റ് ആക്കി കേട്ടോ. അത് ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റാണ്. ഈത്തപ്പഴ പേസ്റ്റ്. ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ്. ഇതിൽ നല്ല പ്യൂർ സാധനം ഇത്. പ്യൂർ പേസ്റ്റ് കേട്ടോ. ഇവിടെ ബ്രോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രോസ്റ്റ് അല്ലാട്ടോ ഇത്. ഇത് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ഹോൾസിൻ്റെ ചോക്ലേറ്റ് ആണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് സാധനം. ഞാൻ തിന്നിട്ടുണ്ട്. ഇത് ബേഗ് കേട്ടാ. ബേഗുകൾ. പിന്നെ ഒന്ന് എടുത്തു പറയാനുള്ള തെപ്സിന്റെ ഒരു ലോകം തന്നെ ഉണ്ട്. അടിപൊളി തെപ്സിയാണ്. തസ്ബീൻ ഇപ്പോൾ ദിക്റുള്ള ആൾക്കാർക്ക് കൈയും കൊണ്ടൊക്കെ ചൊല്ലിയിട്ട് മടുത്തതാണ്. തസ്ബീ വാങ്ങാം. ഏത് മോഡൽ സാധനം ഉണ്ട്. പിന്നെ കാറിലൊക്കെ തൂക്കിയിടുന്ന ഇതില്ല, മിററിന്റെ സൈഡിലെല്ലാം തൂക്കിയിടാൻ പറ്റും. അതുകൊണ്ട് എല്ലാം ഉണ്ട്. പിന്നെ ഉള്ള ഐറ്റംസ് വരുന്ന കോസ്മെറ്റിക്സ്, മറ്റേ വാസലീനും ബഡ്സും അതെല്ലാം ആക്കിയിട്ട്. തസ്ബീൻ്റെ ഒരു ലോകാട്ടാ. കുറച്ച് ചെറിയൊരു സ്ഥലമാണെങ്കിലും ഷോപ്പാണെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ, ആൾക്കാർക്ക് വേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിന്. ഡിസ്പ്ലേയിലായാലും നല്ല ഭംഗിയുണ്ട്. നാട്ടിൽ വന്ന് ചെരുപ്പ് വേണം, ചെരുപ്പുണ്ട്. ഉമ്രക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ചെരുപ്പിട്ടത് അത്യാവശ്യം ഒരു വൺ ടൈം ആയിട്ടുള്ള യൂസ് ചെയ്യാം നമുക്ക്. ഈ ചാക്കിലെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കല്, സെറ്റാക്കി കൊടുക്കല്ലേ. ഇതൊക്കെ നാട്ടിൽ പോകുന്ന ആൾക്ക് ഉപയോഗപ്പെടുന്ന സാധനം കേട്ടോ. അതൊക്കെ സാധനങ്ങളൊക്കെ പോകാം. പിന്നെ മക്കളെ പറ്റിക്കാനുള്ള കുറേ സാധനങ്ങൾ, മാലകൾ, കയ്യിലിടുന്നത്, ക്ലിപ്പുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ തോട്ടം നട്ടുള്ളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സംഭവം. പിന്നെ നമ്മളെ പഴയ PP ഉണ്ട്. ഇതൊക്കെ കണ്ട കാലം മാറുന്ന കേട്ടോ. ഞാൻ മറന്നു ഇതിലൊക്കെ കണ്ടിട്ട്. പിന്നെ നഖം മുറിക്കാത്ത ആൾക്കാർക്ക് നഖ കട്ടറുണ്ട്, നെൽക്കട്ടർ വലുതും ചെറുതൊക്കെ ഉണ്ട്. വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ പള്ളിയിൽ പോകുന്ന എനിക്ക് തൊപ്പിയിടാം. അല്ലാണ്ട് വെറുതെ ഇട്ട് അടക്കരുത് കേട്ടോ തൊപ്പി. സുന്നത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരാളിവിടെ ഒട്ടാകത്തിൽ മേലെ പോകുന്നുണ്ട്. ടോയ്സ് ഉണ്ട് അല്ലേ? പിന്നെ പെർഫ്യൂംസ് ഉണ്ട് അത്യാവശ്യം. നല്ല പെർഫ്യൂംസ് ആണല്ലോ ഉള്ളത്. പിന്നെ താടി നീട്ടിയ ആൾക്കാർക്ക് താടി വന്ന് സെറ്റാക്കണമെങ്കിൽ അതുണ്ട്. ഡ്രിമ്മറും ഉണ്ട്. പിന്നെ വാച്ചുകൾ. ഒന്നിനും സമയം ചെയ്യുന്നില്ല. അപ്പോൾ സമയം വാച്ച് കെട്ടി കഴിഞ്ഞാൽ നല്ല സമയം ഉണ്ടാവും. നമ്മൾ പഴയ സാധനം കേട്ടത് കേസിയോ. ഇത് നമ്മുടെ നാട് ട്രെൻഡായി നടക്കുന്നു. ഇത് പൊട്ടാറ്റോ ഫീലർ, ടോർച്ച്, കാറ്, മക്കളെ പറ്റിക്കുന്ന സാധനമൊക്കെ എടുത്ത് കേട്ടോ. ഇതൊക്കെ മക്കൾ കണ്ടു കഴിഞ്ഞാൽ എന്താവും, അപ്പം അത് വേണ്ടി വരും. ഇതൊക്കെ ഇതാ പാഞ്ഞു കൊടുത്തു. അപ്പം വേറെ പാഞ്ഞു കൊടുത്തു തൊട്ടപ്പത്തിന് പോകുന്നത്. കടലിൽ വരെ ഇത്ര സ്പീഡ് ഉണ്ടാവില്ല ഇനി. സാഫ്രാൻ കേട്ടോ. വെളുക്കാനുള്ള വെളുത്തിട്ട് പാറാണെങ്കിൽ ഇതൊക്കെ ഗർഭിണികളൊക്കെ എന്താക്കാം, പാലിൽ കലക്കി കുടിച്ചാൽ. ഞാൻ കുറേ മുമ്പ് ഇതൊക്കെ കൊണ്ടുപോയിനു വെളുത്തിട്ട് പാറുന്നു പറഞ്ഞിട്ട്. ഓള് വെളുത്തിട്ട് പാറിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അങ്ങനെ നമ്മളൊരു ഈത്തപ്പഴത്തിൻ്റെ തോട്ടത്തിലൊക്കെ വന്നിട്ട് ഈത്തപ്പഴത്തിൻ്റെ കടൻ്റെ ഉള്ളിലുള്ള ചെറിയ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മളതിന് വീഡിയോ നിർത്താൻ പോകുന്നുണ്ട് മക്കളെ. ഓക്കെ, അപ്പോൾ കാക്കു. ഓക്കെ, താങ്ക് യു. വെൽക്കം.